ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ട് കുറച്ച് ദിവസമായി, ഒരാഴ്ചയായി അല്ലേ വീഡിയോസ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഇതാ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണാം. അപ്പോൾ ഇതാ അന്ന് ഇതിപ്പം ഞാൻ ചായയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഒരു നട്ടപ്പാതിര ഒരു 3:30 മണിക്കാണ് കേട്ടോ. 3:30 മണിക്ക് എണീറ്റിട്ട് ഞാൻ ഇതുപോലെ മുട്ട പുഴുങ്ങിയതും കായ്വാട്ടിയും അതുപോലെ ചായയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ അന്ന് അതായത് വെള്ളിയാഴ്ച അന്ന് എൻ്റെ ഹസ്ബൻഡിന് റിയാസ്ക്ക് നോമ്പുണ്ടായിന്. അപ്പം അതിന് അത്താഴത്തിന് വേണ്ടിയിട്ട് എണീച്ചതാണ്. നോമ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ അറബി മാസം എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിലായിട്ട് നോമ്പെടുക്കലുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനാ 3:30 എണീച്ചിട്ട് ഇങ്ങനെ അത്താഴം കഴിക്കുന്നതെന്ന്. വേറെ ഒന്നുമല്ല, 4:45 ബാങ്കാണ്. അപ്പോൾ അതിന് മുന്നേ അത്താഴം കഴിച്ചിട്ട് ഇങ്ങനെ തഹജ്ജുദെല്ലാം നിസ്കരിക്കാൻ പോകണം. റിയാസ്ക്ക് എപ്പോഴും തഹജ്ജുദെല്ലാം നിസ്കരിക്കാൻ പോക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അന്ന് പുറത്ത് നല്ല മഴയുണ്ട്. പിന്നെ കറണ്ടും ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിന്. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം വേഗം ആക്കലാണ്. ഇത് പിന്നെ നമ്മളെ കണ്ണൂർ സ്റ്റൈലുള്ള പഴംവാട്ടിയില്ലേ, അത് നമ്മൾ പുതിയാപ്പിൾക്കെല്ലാം ആക്കി കൊടുക്കുന്ന ആ ഒരു സംഭവം. അതിൽ മുട്ടയെല്ലാം ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയാണ് ആക്കുന്നത്. പിന്നെ ഇതാ ചായ വെച്ചിട്ടുണ്ട്, അങ്ങനെ പഴംവാട്ടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ചായ ഒരു സൈഡിൽ സെറ്റായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ പുഴുങ്ങ മുട്ടൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് മാറ്റുന്നുണ്ട്. അങ്ങനെ ചായ റെഡിയായി. അപ്പം ഞാൻ വേഗം തന്നെ ഇത് കൊടുക്കട്ടെ. അങ്ങനെ എന്താ റിയാസ്ക്ക് ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആരും എണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പിന്നെന്താണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഫോണിന് എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ഫോണിന് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ഫോണിന്ന് ഹാങ് ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയല്ലേനു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത്. പിന്നെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ റിയാസ്ക്ക് ഇവിടെ നിന്ന് തന്നെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മളെടുത്ത പാത്രങ്ങളെല്ലാം ഞാനിങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിന്. റിയാസ്ക്ക് ഇങ്ങനെ ചായ കുടിക്കുന്ന ആ ഒരു ടൈമിൽ ഞാനെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞേരം ഞാനും ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിങ്ങനെ അങ്ങനെ ചായയെല്ലാം കുടിച്ചിരിക്കില്ലേനോ. ശരിക്കും എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമ്മൾ എണീച്ചിട്ട് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കലും അതുപോലെ ദുആ ചെയ്യലെല്ലാം സത്യം പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു സന്തോഷമുള്ളൊരു മൊമെൻറ്റാണെന്നതെല്ലാം. എന്ന് വെച്ചാൽ എല്ലാവരും പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ നമ്മളിങ്ങനെ എണീച്ച് ഇങ്ങനെ നിസ്കരിക്കലും അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം, നല്ലൊരു ഹാപ്പി ഫീലിങ്സ് ആണ് കേട്ടോ ഉണ്ടാവുക. എല്ലാവരും ചെയ്യലുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ റിയാസ്ക്ക് ഞാൻ ഇതുപോലെ നാട്ടിലുള്ള ടൈമിൽ ഞാൻ ഇതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാനെല്ലാം എണീക്കലുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ സുബഹി ആ ഒരു ടൈമിൽ എണീക്കുള്ളൂ. പിന്നെ റിയാസ്ക്ക് നോമ്പ് എടുക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അതായത് 5 വർഷമായി ഈ ഒരു നോമ്പ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അൽഹംദുലില്ലാ, ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ചായയെല്ലാം കുടിച്ചതിന് അത്താഴെല്ലാം കഴിച്ചതിന് റിയാസ്ക്ക് പള്ളിയിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് തന്നെ തഹജ്ജുദ് നിസ്കരിച്ച് അങ്ങനെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ബാങ്കിൻ്റെ ടൈം 4:40 ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്, ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഇരുട്ടാണ്, ആരും എണീറ്റിട്ടൊന്നും ഇല്ല.
അങ്ങനെ ഇതാ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്, റിയാസിക്കാൻ കേട്ടോ ബാങ്ക് വിളിക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ടൈം നോക്കുമ്പോണ്ട് 4:57 അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് മോനെ എണീച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഒന്നും നടക്കൂല, കാരണം മോനെ എണീച്ചാൽ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് സമയം ഓനെ ഉറക്കണം. ഓനെ എണീച്ച് കരയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉറക്കത്തെങ്കിലും ഞാൻ എണീറ്റാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഉമ്മ എണീറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉമ്മ ചെയ്യുന്നുണ്ടാവും. അപ്പം തന്നെ അവൻ കരച്ചിൽ തുടങ്ങും. അങ്ങനെ ഞാൻ മോനെ ഉറക്കിയിട്ട് പിന്നെ കുറച്ച് സമയം ഓതി, ഖുറാനെല്ലാം ഓതി. പിന്നെ ഇതിപ്പോൾ സലാത്ത് നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടെല്ലാം സലാത്ത് ചെല്ലുന്നതാണ്. പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല, എടുത്തിട്ടില്ല. കാരണം വേഗം തന്നെ കുറച്ച് മോനെ എണീറ്റപ്പം പിന്നെ ഓനെ ഉറക്കി. പിന്നെ ഞാനങ്ങനെ ദിക്കറും കാര്യങ്ങളെല്ലാം ചൊല്ലിയിട്ട് പിന്നെ ഞാനും ഉറങ്ങി. പിന്നെന്താണ് പിന്നെ ഇതിപ്പോൾ നാസ്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിയല്ല, ഒരു 9 മണിയെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ വെള്ളയപ്പമാണ് ആക്കുന്നത്. അപ്പോൾ അതിന് തലേന്ന് അരിയെല്ലാം അരച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിന്. നമ്മളിവിടെ അരി അരച്ചിട്ട് തന്നെയാണ് വെള്ളയപ്പം അധികം ഉണ്ടാക്കാറ്. പുറത്തുനിന്ന് വാങ്ങിക്കലുണ്ട്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റും കാണാനും നല്ല വെള്ളയപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചറെല്ലാം കിട്ടുന്നത് നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ തയ്യാറാക്കുമ്പോൾ ആണ്. അപ്പോൾ അതാ അങ്ങനെ വെള്ളയപ്പം ചൂടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വെള്ളയപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോൻ എണീച്ചിട്ടുണ്ട്. പിന്നെ അന്നേരം ഓനും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓനെ എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാനിതെല്ലാം ഇങ്ങനെ ചുടുന്നത്. ഇനി ഫുള്ളായിട്ടൊന്നും ചുട്ടിട്ടില്ല, കാരണം നമുക്ക് മാത്രമേ വേണ്ടൂ. കാരണം ഉപ്പയും റിയാസ്ക്കാൻ നോമ്പില്ല. പിന്നെ ഉപ്പ ഇവിടെ ഇല്ല, ഉപ്പ പണിക്ക് പോയിന്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമേ വേണ്ടൂ. അങ്ങനെ കുറേ ഒന്നും ചുട്ട് ഇതാക്കി വെക്കണ്ട. അങ്ങനെ കുട്ടികളെല്ലാം മദ്രസയെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉമ്മ കറിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, തക്കാളിക്കറിയില്ലേ അതാണ് ആക്കുന്നത്. തക്കാളിക്കറി സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കൂലേ, അങ്ങനെ ഉണ്ടാക്കലാണ്. അങ്ങനെ ഇതാ തക്കാളിക്കറിക്ക് വേണ്ടിയിട്ട് ഉമ്മ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം 2 തക്കാളിയും അതുപോലെ നമ്മൾ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് ആദ്യം തന്നെ കറിവേപ്പില ഇട്ടെടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കറി തന്നെയാണ്, ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ ഒന്ന് വാടി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എന്താ പറയുക, ഉള്ളിയൊന്നും ബ്രൗൺ കളറായി വന്നാൽ മതി. അതുപോലെ തന്നെ നമ്മൾ തക്കാളി ഇങ്ങനെ ഉടഞ്ഞ് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. പിന്നെ എന്നിട്ട് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങേൻ്റെ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ അരച്ച് വെച്ച ആ ജാറിൽ തന്നെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഉപ്പിട്ടിട്ടില്ലല്ലോ, അങ്ങനെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ അനിയത്തിൻ്റെ മോനും എൻ്റെ മോനും ഞാനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കലാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാണി ഇങ്ങനെ പോകുന്നതാണെന്നില്ല, അത് ഈ ലൈറ്റ് കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ എന്തെല്ലോ പ്രാണികളിങ്ങനെ പറന്ന് പോകുന്നതിന് അത് നമ്മൾ മറ്റേ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം അങ്ങനെ പാത്രമെല്ലാം കഴുകി അങ്ങനെ കുറച്ച് ക്ലീനിങ്ങെല്ലാം ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ പരിപാടി അതും കൂടി നോക്കലാന്ന്. ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പം ബീഫ് വെച്ചിട്ട് ബീഫ് കറിയും അതുപോലെ നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിച്ച്. വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച കുറച്ചൊന്ന് സ്പെഷ്യലാവണ്ടേ, അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറും ബീഫ് കറിയും ആക്കാമെന്ന് വിചാരിച്ച്. പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ടിങ് ബോർഡ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ബീഫെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇല്ലേ, പിന്നെ ഭയങ്കരമായിട്ടും പ്രാണി അതുപോലെ ഈച്ച അതുപോലെ ഉറുമ്പ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നറിയില്ല, മഴ ആയിത്തോണ്ടാന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഉണ്ടോ, നിങ്ങളെല്ലാം വീട്ടിലുണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ പ്രാണിയും ഈച്ചയും ഇങ്ങനെ ഉറുമ്പെല്ലാം കാണുന്നില്ല ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അധികം വീഡിയോസിൽ ഇങ്ങനെ കാണാം ഇങ്ങനെ ഉറുമ്പും ഇതെല്ലാം പോകുന്നത്. പക്ഷേ ഇത് ഞാൻ എത്ര കളഞ്ഞാലും ഇത് പോകുന്നില്ല. ഇത് മഴ ആയിത്തോണ്ടാന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ബീഫ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 തക്കാളിയും അതുപോലെ 3 ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലൊന്നും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ കറി ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു കറി നല്ല ശരിക്കും നെയ്ച്ചോറിനെല്ലാം നല്ലൊരു രസം ഉണ്ടായിന് കഴിക്കാൻ. അങ്ങനെ തക്കാളിയും അതുപോലെ പച്ചമുളകെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളി എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉമ്മ ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ നെയ്ച്ചോറും റെഡി ആകുന്നുണ്ട്. അപ്പം ഞാൻ വേഗം കുക്കറിൽ കറി ഉണ്ടാക്കാൻ നോക്കലാണ്. അപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലാകുമ്പം കറിയെല്ലാം പെട്ടെന്ന് റെഡി ആയിക്കോളും. പിന്നെ പക്ഷേ കുക്കറിനേക്കാളും നമ്മൾ ചട്ടിയിൽ ആക്കുമ്പോഴാണ് കറീൻ്റെ എല്ലാ ടേസ്റ്റും അതുപോലെ ചട്ടീൻ്റെ ആ ഒരു ഇതെല്ലാം കൊണ്ട് കറി ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മളെ പെണ്ണുങ്ങൾ ഈസി പണിയല്ലേ നമ്മൾ നോക്കുക. അതുകൊണ്ട് കുക്കറിലാണ് കറി ഉണ്ടാക്കൽ. അധികം കുക്കറിൽ തന്നെ നമ്മൾ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ വെളുത്തുള്ളി എടുത്തിനെ, ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല, വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2-3 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമുളക് ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തിട്ട് അതും ഇട്ടിട്ട് പിന്നെ അതുപോലെ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറേ സമയം നമുക്ക് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ട് ബീഫല്ലേ, അപ്പം ഒരു 4-5 വിസിൽ നമുക്ക് വേവിച്ചെടുക്കണ്ടല്ലേ. അപ്പോൾ അങ്ങനെ കുറേ സമയം ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഒന്ന് വാടി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടിയല്ലേ, അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടി ആയിരിക്കും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം.
പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടി തന്നെ എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മല്ലിപ്പൊടിയാണല്ലോ വേണ്ടത്. അപ്പം അതുപോലെ തന്നെ മുളക് പൊടി എടുത്ത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതില്ലേ ഞാൻ ഒരു കൈമിൽ ഫോണും ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇങ്ങനെയായിട്ടുള്ളത്. ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ഉണ്ടാവും, പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ ബീഫ് മസാലയില്ലേ, മീറ്റ് മസാല, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ശരിക്കും ഈ കറി എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിന്, എല്ലാവർക്കും ഇഷ്ടമായിന്. കാരണം നല്ല ലൂസായിട്ടല്ല, അതുപോലെ എന്താ പറയുക ലൂസായിട്ടുമല്ല, പക്ഷേ കുറച്ചൊരു കട്ടിയായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന്. എന്നിട്ട് ഇതാ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 വിസിൽ വരുന്നവരെ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കറി ഒരു സൈഡിലാവുമ്പോഴത്തേക്ക് നമുക്ക് വേഗം കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മോപ്പലായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേഗം ഒന്ന് തുടച്ചെടുക്കട്ടെ. കിച്ചണ് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്ഥലമില്ല, നമ്മൾ ആ വർക്ക് ഏരിയ കിച്ചൺ കഴിഞ്ഞപാടുള്ള ഒരു സ്ഥലം, അതും കൂടി വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളിവിടെ എന്താണെന്ന് പറയുക ഇങ്ങനെ വെള്ളമെല്ലാം ആവും കേട്ടോ. നമ്മൾ ഈ വർക്ക് ഏരിയയിൽ അധികം വെള്ളമെല്ലാം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുത്താൽ നല്ല നീറ്റായിരിക്കും. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും, എന്താ പറയുക ചളിയും വെള്ളമെല്ലാം പോലെ ആയിട്ട് എന്തെല്ലോ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനത് വേഗം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വൈപ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇതാ തുടച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കിച്ചണെല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. അങ്ങനെ എന്താ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കലാന്ന്. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതാ ഞാനൊന്ന് ഫുഡ് കഴിക്കലാന്ന്. ഞാൻ പറഞ്ഞ കറി ഇതാ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ലൂസല്ലാത്തതുകൊണ്ട് എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന്. 3 തക്കാളി 3 ഉള്ളിയും മാത്രം. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് അധികവും പിന്നെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, അധികം ആൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.